സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ്. അതിൻ്റെ ഒരു വെറുതെ ഒരു മോഡൽ ഉണ്ടാക്കി നോക്കുകയാണ്. ഇതിങ്ങനെ തുടങ്ങിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഒരു എമർജൻസി പുഷ് ബട്ടണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഓഫ് എമർജൻസി ആ പുഷ് ബട്ടൺ അടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ബട്ടണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ബട്ടൺ എന്താണ്, നോർമലി നമ്മൾ എൻ്റെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ബ്ലോക്കായിരിക്കും ഇതിനകത്ത്, NC ബ്ലോക്കായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഓൺ ബട്ടണിലേക്ക് വരുന്നു. ഓൺ ബട്ടൺ നോർമലി ഓപ്പൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയിട്ട് വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് സപ്ലൈ നമ്മളിങ്ങനെ എത്തിക്കുന്നു. സപ്ലൈ എത്തിച്ചതിന് ശേഷം നമ്മളിത് സ്റ്റാർ ഡെൽറ്റ കോണ്ടാക്ടറിന് 3 കോണ്ടാക്ടേഴ്സ് ഉണ്ടാവും. സ്റ്റാർ, ഡെൽറ്റ, പിന്നെ മെയിൻ കോണ്ടാക്ടർ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ജസ്റ്റ് കോണ്ടാക്ടർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള റിലേസും ഓവർലോഡ് റിലേ അങ്ങനെ സാധനം വെച്ചിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ മെക്കാനിസം ഇങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ കോണ്ടാക്ടർ ഓൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള വയറിങ് ചെയ്തു. അതായത് നമ്മുടെ ഓൺ ചെയ്യുമ്പോൾ അതിലേക്ക് സപ്ലൈ എത്തിക്കുന്ന രീതിയിൽ നമ്മളിവിടെ അതായത് A2ലേക്ക് സപ്ലൈ എത്തിക്കുന്നത്. ന്യൂട്രൽ സപ്ലൈ ഓൾറെഡി ഇത് 240 വോൾട്ടിൻ്റെ കോണ്ടാക്ടേഴ്സ് ആയതുകൊണ്ട് ന്യൂട്രൽ ഓൾറെഡി നമ്മൾ ലൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ന്യൂട്രൽ ഇവിടെ ഇങ്ങനെ ഈ ബ്ലൂ വയർ ന്യൂട്രലിൽ നിന്ന് വന്ന് അത് ലൂപ്പ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇതിൽ ഫേസ് എത്തിക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫേസ് എത്തിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ ഓൺ ബട്ടൺ കൊടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇവിടെ A2 എന്ന് പറഞ്ഞാൽ ആ ഒരു കണക്ടറിലേക്ക് സപ്ലൈ വരും. അപ്പോൾ നമ്മുടെ ഈ കോണ്ടാക്ടേഴ്സിൻ്റെ അകത്തുള്ള ഇങ്ങനത്തെ കോയിലുകളാണ് ഉള്ളത്. അപ്പോൾ കോയിലിൽ A1 A2 ഇതിലിപ്പോൾ A1 A2 എന്ന് പറയുന്ന 2 സെറ്റ് ഓഫ് ഇതുണ്ട്. ഇത് 415 വോൾട്ടിൻ്റെ കോയിലാണ്. നമ്മളിപ്പോൾ 240 വോൾട്ടിൻ്റെ കോയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സപ്ലൈ എത്തിക്കുന്നു. ആദ്യം ഇതിൽ സപ്ലൈ എത്തിക്കുന്നു. അപ്പോൾ ഇത് അമർത്തുമ്പോഴത്തേക്ക് അതിലേക്ക് സപ്ലൈ എത്തും. അപ്പോൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ സപ്ലൈ എത്തി. ആ ഒരു ഇതിൽ കോണ്ടാക്ടറിൽ പിടിച്ചപ്പോൾ സ്റ്റോപ്പ് ചെയ്താൽ അത് വിടുന്നു. അപ്പോൾ സപ്ലൈ അതിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വിടുമ്പോഴത്തേക്ക് ഈ ബട്ടൺ വിടുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, ബട്ടൺ വിടുമ്പോഴത്തേക്ക് ഇതിലേക്കുള്ള സപ്ലൈ പോകും. കാരണം ഇത് നോർമലി ഓപ്പൺ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് വിടുമ്പോഴത്തേക്ക് അതിൽ സപ്ലൈ അപ്പോൾ തന്നെ വിടും. അപ്പോൾ നമുക്ക് പക്ഷേ ഈ കോണ്ടാക്ടർ ഓണായിട്ടിരിക്കണം. നമ്മുടെ സ്റ്റോപ്പ് ബട്ടൺ അടിക്കുന്നവരെ നമുക്ക് ഓണായിട്ടിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ ഒരു റിട്ടൈനിങ് ചെയ്യാൻ വേണ്ടി ആ ഒരു ബട്ടൺ ഓൺ അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്ടർ ഓണായി കിടക്കാൻ വേണ്ടി നമ്മളൊരു ഈ സപ്ലൈയുടെ അവിടെ നിന്ന് തന്നെ ഒരു വയറെടുത്ത് ഇവിടെ കണക്ട് ചെയ്യുന്നു. അതിൻ്റെ ഔട്ട് എടുത്തിട്ട് ഇപ്പുറത്തെ A2 ഇവിടെ A1 A2 എന്ന് പറഞ്ഞാൽ 2 A1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്, A2 എന്ന് പറഞ്ഞിട്ട് A2 ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 240യുടെ കോണ്ടാക്റ്റിലൊക്കെ മിക്കവാറും അങ്ങനെയൊക്കെ A1 ഉണ്ട്, A2 അങ്ങനെ 2 സ്ഥലത്തുണ്ടാവും. ഇത് A2 രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് കൊടുത്തേക്കണം കാണാം. അതായത് നമ്മുടെ സ്വിച്ചിൻ്റെ എൻഡിൽ സ്റ്റാർട്ടിങ് എൻഡിൽ തന്നെ സപ്ലൈ വന്ന് കിടക്കുക. അപ്പോൾ ആ സപ്ലൈ നമ്മൾ ഇവിടെ എത്തിച്ചിട്ട് ഈ കോണ്ടാക്ടർ പിടിക്കുമ്പോൾ അത് ഇതുവഴി ഇവിടെ കയറി ഇങ്ങോട്ട് കയറി പോകുന്ന രീതിയിൽ നമ്മൾ റിട്ടൈനിങ് സർക്യൂട്ട് സെറ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാം, നമുക്കിങ്ങനെ അമർത്തി കഴിഞ്ഞാലും കോണ്ടാക്ടർ ഇങ്ങനെ പിടിച്ച് വെക്കും. ഇൻ കേസ് ഞാൻ ഈ സർക്യൂട്ട് ഇവിടെ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത് തിരിച്ച് ഇങ്ങോട്ട് വന്നേനെ. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇതാണ്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വൺസ് നമ്മൾ പുഷ് ചെയ്യുമ്പോഴത്തേക്കും എന്താ കുറച്ച് നേരത്തേക്ക് ആ സപ്ലൈ വിട്ടു. അപ്പോൾ ഇവിടെ നിന്നുള്ള സപ്ലൈ ഓൾറെഡി ഇല്ല, ഇവിടെ നിന്നുള്ള സപ്ലൈ ഒരു സെക്കൻഡ് വിട്ട് പോകുമ്പോൾ തിരിച്ച് പുറത്തേക്ക് വരും. പിന്നെ അതിൽ തിരിച്ച് ഓണാക്കണമെങ്കിൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ അടിച്ചാലേ പോകുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനാരിയോ ചെയ്യുന്നത്. നമുക്ക് ഇത് വെച്ച് എത്ര കോണ്ടാക്ടർ വേണമെങ്കിൽ നമുക്കിങ്ങനെ ലൂപ്പ് ചെയ്ത് വേണമെങ്കിൽ ഓണാക്കാം. അപ്പോൾ ഞാനിതിലിപ്പോൾ വേറെ സ്റ്റാർ ഡെൽറ്റയുടെ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടി വേറെ 2 കോണ്ടാക്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോണ്ടാക്ടറിൻ്റെ അകത്ത് നമ്മൾ ആ ഫേസ് ന്യൂട്രലിൽ ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ന്യൂട്രൽ ആദ്യമേ ലൂപ്പ് ചെയ്തു, ഫേസ് പക്ഷേ ഡയറക്റ്റ് ലൂപ്പല്ല ചെയ്ത്. ഫേസ് നമ്മൾ ലൂപ്പ് ചെയ്തേക്കുന്ന ഇങ്ങനെ ഒരു സെലക്ടർ സ്വിച്ച് വഴിയാണ്. അല്ലെങ്കിൽ സെലക്ടർ സ്വിച്ചിന് ഞാനിപ്പോൾ ഇതിലൊരു എക്സാമ്പിളിന് വേണ്ടി ഒരു 2-way സ്വിച്ച് നമ്മളൊരു ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2-way സ്വിച്ച് എടുത്തു. അപ്പോൾ 2-way സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താ, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നുള്ള സ്വിച്ചിൻ്റെ സപ്ലൈ ഇവിടെ എത്തിയതിന് ശേഷം ഈ നടുക്ക് എത്തിയതിന് ശേഷം അത് ഒന്നുമില്ലെങ്കിൽ ഈ ഇതിലേക്ക് പോകും, അല്ലെങ്കിൽ ഇതിലേക്ക് പോകും. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ വിച്ച് മീൻസ് നമ്മുടെ ഈ കോണ്ടാക്ടർ എന്തായാലും ഓണാവും. നമ്മൾ പുഷ് അടിക്കുമ്പോൾ ഈ കോണ്ടാക്ടർ ഓണാവും. എന്നിട്ട് നമ്മുടെ ഈ സ്വിച്ചിൽ വന്നിട്ട് ആ ഫേസ് ഏത് കോണ്ടാക്ടറിലേക്ക് ചെല്ലുന്നോ ആ കോണ്ടാക്ടർ മാത്രം ഓണാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇത് ഓണാക്കി വെച്ചിട്ടുണ്ട്, ഈ 2 കോണ്ടാക്ടറാണ് ഓണാവുന്നത്. ഞാനിപ്പോൾ ഈ സ്വിച്ച് വേറെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ഓണായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ വർക്കിംഗ് അതാണ്. അറ്റ് എ ടൈം 2 കോണ്ടാക്ടർ ആയിരിക്കും, ഒരു മെയിൻ കോണ്ടാക്ടറും ഒരു സ്റ്റാർ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തെ ഒരു ടൈമർ ചെയ്ത് മാറ്റുമ്പോൾ വേറൊരു കോണ്ടാക്ടർ ഓണാവും. അപ്പോൾ നമ്മൾ ഇതിൽ ടൈമർ സർക്യൂട്ടുകൾ നമ്മൾ ഇതിൽ ഇതിന് പകരം ഈ പറഞ്ഞ
ഒരു സ്വിച്ചിന് പകരം നമ്മൾ സാധാരണ ഇങ്ങനത്തെ റിലേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഓവർ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജിന് റിലേ അല്ലെങ്കിൽ നമ്മുടെ ടൈമർ സർക്യൂട്ടുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള സപ്ലൈ പ്രകാരമായിരിക്കും ഈ കോൺടാക്ടേഴ്സ്, ഏത് കോൺടാക്ടർ ഇപ്പോൾ ഇനിഷ്യൽ കണ്ടീഷനിൽ സ്റ്റാർ ഓൺ ആവണം, കുറച്ച് കഴിയുമ്പോൾ ഡെൽറ്റ ഓൺ ആവണം എന്നുള്ള ആ ഒരു ഇത് ഞാൻ വേറെ വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓണാവാൻ സഹായിക്കുന്ന ഈ കോൺടാക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഈ റിലേ ആയിരിക്കും. അപ്പോൾ ആ റിലേയിലേക്ക് നമ്മൾ സപ്ലൈ എത്തിക്കും. ഇപ്പോൾ ഞാൻ ആ റിലേക്ക് പകരമായിട്ടൊരു സ്വിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ റിലേ ഒരു സ്വിച്ചാന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെ ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇതിലേക്ക് കണക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ സ്വിച്ച് വെച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ കോൺടാക്ടറും മാറി മാറി പിടിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ആദ്യം പുഷ് ചെയ്തപ്പോൾ ഇത് രണ്ടോ പിടിച്ചേക്കുന്നത്, ഞാൻ ഇത് സ്വിച്ച് വേറൊരു ദിശയിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും വേറെ രണ്ട് ഇതാണ് പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ഇതിന് പകരം എന്ത് സാധനം നമുക്ക് മാറ്റി വെച്ച് 2 ഓണാക്കോ, ഒന്നിച്ച് 3 ഓണാക്കോ, എങ്ങനെയാണ് ടൈമർ വെച്ച് ഓണാക്കോ, എന്ത് സാധനം ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ എന്ത് ടൈമർ റിലേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇതേപോലെ അണ്ടർ വോൾട്ടേജ് റിലേ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ ഒരു കോമൺ ഇതെന്ന് പറഞ്ഞാൽ ഇതേപോലെ 2 വേ പോലത്തെ ഒരു സെറ്റപ്പാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ഇൻകമിങ് ഉണ്ടാവും, ഒരു ഔട്ട് ഗോയിങ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഡെൽറ്റ ടൈമറിലാണെങ്കിൽ ഒരു ഇന്ന് കൊടുക്കും, കുറച്ച് നേരത്തേക്ക് സ്റ്റാറിൽ നിന്നുള്ള ഔട്ട് പോകും, കുറച്ച് നേരത്തേക്ക് ഡെൽറ്റയിൽ നിന്നുള്ള ഔട്ട് പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു പരിപാടി. ഇനി നമ്മളിതിന് എന്താ ചെയ്തേക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ സപ്ലൈ വന്നു എന്ന് പറഞ്ഞു, നമ്മുടെ ഇതിൻ്റെ സെൻറ്ററിൽ സപ്ലൈ വന്നു. സപ്ലൈ വന്നിട്ട് നമ്മളിത് 2 കോൺടാക്ടറിലേക്കും കൊടുക്കണം. അതായത് 2 കോൺടാക്ടറിൻ്റെ A2ലേക്ക് എത്തിക്കണം. A2 എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് എത്തിക്കണം. അപ്പോൾ A1 ഓൾറെഡി ന്യൂട്രൽ ലൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ A2ലേക്ക് എത്തിക്കണം, ഫേസ് എത്തിക്കണം. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നേരിട്ട് കൊടുക്കാം, നേരിട്ട് കൊടുക്കണതിന് തെറ്റില്ല. പക്ഷേ നമ്മളെപ്പോഴും ഈ മോട്ടറിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ സ്റ്റാർ കണക്ഷൻ, ഡെൽറ്റ കണക്ഷൻ ഉണ്ട്, മെയിൻ കോൺടാക്ടറിൻ്റെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാറും ഡെൽറ്റയുടെ കോൺടാക്ടർ ഒരേ സമയത്ത് ഓണായി കഴിഞ്ഞാൽ വൈൻഡിങ്ങുകൾ ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. ഇത് സ്റ്റാർ ഡെൽറ്റ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ചേഞ്ച് ഓവർ മെക്കാനിസത്തിൽ ഇപ്പോൾ 2 കോൺടാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞതിന് KCB പോകുന്നു, പറഞ്ഞതിന് ജനറേറ്റർ പോകുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലും ഇത് രണ്ടും ഒന്നിച്ച് ഓണായാൽ പരസ്പരം ബാക്ക് ഫീഡിങ്ങിൻ്റെ ഒരു ഇഷ്യൂസ് വരാം. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനെ പരസ്പരം ഇൻ്റർലോക്കിംഗ് എന്ന് പറഞ്ഞ സാധനം ചെയ്യണം. അപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ ആഡ് ഓൺ ബ്ലോക്സുകൾ ആവശ്യമാണ്. ആഡ് ഓൺ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് പിടിപ്പിക്കും, ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് കയറ്റി പിടിപ്പിക്കാവുന്നതാണ് ആഡ് ഓൺ ബ്ലോക്കുകൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് NO കോൺടാക്ടേഴ്സ് ഉണ്ട്, NC കോൺടാക്ടേഴ്സ് ഉണ്ട്. അതായത് കോൺടാക്ടർ പിടിക്കുമ്പോൾ ഇത് പുഷായിട്ട് അകത്തേക്ക് പോകും, അല്ലാത്ത സമയം ഇത് പുറത്തേക്ക് വരും. അപ്പോൾ ഒരു കോൺടാക്ടർ പിടിക്കാത്ത പക്ഷം ഈ NC എന്ന് പറഞ്ഞാൽ ഈ 13-14, അതായത് ഇവിടെ കണക്ട് ചെയ്യുന്ന സാധനം ഇപ്പുറത്തേക്ക്, അതിൻ്റെ കണക്ഷൻ ഇപ്പുറത്തേക്ക് വരും. NCയുടെ കേസിൽ ഇത് NO ആണ്, ഇത് NC ആണ്. NCയുടെ കേസിൽ നോർമലി ക്ലോസ്ഡ്, 21-ൽ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടോ അത് ഇപ്പുറത്തേക്ക് വരും. അത് ഞാനിത് പുഷ് ചെയ്തിരിക്കുന്ന ടൈം, അതായത് കോൺടാക്ടർ പിടിച്ചിരിക്കുന്ന ടൈമിൽ ആ കണക്ഷൻ ഇപ്പുറത്തേക്ക് വരില്ല. അപ്പം നമ്മളിതിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് എ ടൈം ഈ 2 കോൺടാക്ടർ ഓണാവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. ഞാനിപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ കോൺടാക്ടർ ഓണാവാത്തത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ കണക്ഷൻ, അതായത് ഇപ്പോൾ ഈ കോൺടാക്ടർ, സ്റ്റാർ കോൺടാക്ടറിൻ്റെ കണക്ഷൻ നമ്മൾ ഇതിൻ്റെ NC വഴി കൊടുക്കും കേട്ടോ. ഇതിൻ്റെ NC വഴിയാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ ഈ കോൺടാക്ടറിൻ്റെ കണക്ഷൻ നമ്മുടെ ഈ സ്വിച്ചിൽ നിന്ന് പോകുന്ന ഈ കണക്ഷൻ പോയിട്ട് ഇതിൻ്റെ NC വഴി, അതായത് ഓപ്പോസിറ്റ് സാധനത്തിൻ്റെ NC വഴി അതിൻ്റെ A2ലേക്ക് ചെല്ലുന്നു, ഈ ടെർമിനലിലേക്ക് ചെല്ലുന്ന രീതിയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും, ഈ സാധനം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിങ്ങനെ പിടിച്ചിരിക്കുന്ന ടൈമിൽ ഒരു കാരണവശാലും ഇതിലേക്ക് സപ്ലൈ എത്തില്ല. കാരണം ഇത് നോർമലി ക്ലോസ്ഡാണ്, ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്ലോസ്ഡ്. ഇത് അമർന്നിരിക്കുന്ന ടൈമിൽ ഒരിക്കലും ഈ സപ്ലൈ ഇങ്ങോട്ട് ചെല്ലില്ല. അതുകൊണ്ട് ഈ കോൺടാക്ടർ ഓൺ ആവില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ഇത് പിടിച്ചിരിക്കുന്ന ടൈമിൽ ഒരിക്കലും ഇവിടുത്തെ സപ്ലൈ ഈ A2ലേക്ക് ചെല്ലില്ല. അപ്പോൾ അത് എപ്പോഴും ഓഫായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് വരുത്താം. അതായത് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരെണ്ണേ ഓൺ ആവുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ ഉറപ്പ് വരുത്താൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, ഇത് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരെണ്ണേ ഓൺ ആവുള്ളൂ. കണ്ടോ, ഇത് ഓൺ ആവുള്ളൂ. അപ്പോൾ ഞാനിത് വെറുതെ ഇങ്ങനെ പുഷ് ചെയ്താലും മറ്റേതപ്പോൾ പൊങ്ങും, ഇത് പുഷ് ചെയ്ത് ഇത് പൊങ്ങും. അപ്പോൾ ആ ഒരു ഇൻ്റർലോക്കിംഗ് എന്ന് പറഞ്ഞ സാധനം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് എ ടൈം ഇത് മാത്രമേ പോകുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇത് രണ്ടും അടുപ്പിച്ച് ഓണായാൽ അത് നമ്മുടെ ഷോർട്ടിങ്ങോ അങ്ങനെയുള്ള ബാധിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ചേഞ്ച് ഓവർ സിസ്റ്റത്തിലായാലും ശരി, നമ്മുടെ സ്റ്റാർട്ടിലായാലും ശരി, ആ ഒരു ഇഷ്യൂ അതിൻ്റെ അകത്ത് വരും.